ശരിക്കും ഒരു ടാരോ ലൈഫ് സിറ്റുവേഷൻ റീഡ് ചെയ്യുന്നത് ഈ കാർഡ്സാണ്. 8 കാർഡ്സാണിത്. ഇതിനകത്താണ് നമ്മുടെ 78 ലൈഫ് സിറ്റുവേഷൻ, ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയുടെ 78 ലൈഫ് സിറ്റുവേഷൻസ് വരച്ചു വെച്ചിരിക്കുന്നത്. അത് ഓരോ കാർഡ്സിലും നമ്മുടെ ഇമോഷൻസ് ഉണ്ട്, നമ്മുടെ കരിയർ ഉണ്ട്, നമ്മുടെ നമസ്കാരം. നമസ്തേ. അലക്സാന്ദ്ര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നിരഞ്ജന മാമാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ശരിക്കും ടാരോ കാർഡ്സിനെ പറ്റിയാണ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ വേദിക് ന്യൂമറോളജിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരുപാട് ക്ലയൻസ് വിളിച്ചപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെന്നും എനിക്ക് റീഡിങ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, മാമിൻ്റെ സ്റ്റൈൽ ഓഫ് റീഡിങ് എങ്ങനെയാണെന്നും ഒക്കെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പം ടാരോ കാർഡ് റീഡറാണെന്ന് പറഞ്ഞിരുന്നു. അതുകൂടാതെ വേദിക് ന്യൂമറോളജി, പിന്നെ വാട്ടർ ഹീലിംഗ്, ബ്രഹ്മനാഡി ഹീലിംഗ്, വാസ്തു, പിന്നെ റേക്കി മാസ്റ്ററാണ്. അപ്പോൾ റേക്കി ഒരുപാട് പേർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അനേകം കാര്യങ്ങൾ ചെയ്തു പോരുന്നുണ്ട്. അപ്പം മെഡിക്കൽ ഫീൽഡിനോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്തു പോകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവും. അത് നമ്മുടെ കർമ്മയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കാം. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഒരു അറിവുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ മേഖലയിൽ ഒരു നിയോഗം പോലെ മുന്നോട്ട് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ടാരോ ഡെക്സൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി തന്നെ നമുക്ക് സംസാരിച്ച് തുടങ്ങാം അല്ലേ. അപ്പോൾ ടാരോ കാർഡ്സ് എന്ന് പറയുമ്പോൾ അതെന്താണെന്നും അപ്പം ഇത് നമുക്ക് പറ്റിയതാണോ, അല്ലെങ്കിൽ ഹിന്ദു മിത്തോളജിയായിട്ട് കണക്റ്റഡ് ആയിട്ടോ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പോൾ അത് നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പോൾ മാമിൻ്റെ സ്റ്റൈൽ ഓഫ് റീഡിങ് തന്നെയാണ് ആദ്യം അറിയേണ്ടത്. അപ്പം മാം പർപ്പസ് ഓഫ് ലൈഫ് ആണെങ്കിലും പാസ്റ്റ് റിഗ്രഷൻ ആണെങ്കിലും ഏത് തരത്തിലുള്ള റീഡിങ്സ് ആണെങ്കിലും മാം ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ടാരോ റീഡറും വ്യത്യസ്തപ്പെട്ടിരിക്കും അല്ലേ. അപ്പോൾ മാമിൻ്റെ സ്റ്റൈൽ ഓഫ് റീഡിംഗ് ആണ് അറിയേണ്ടത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ. ടാരോട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്ലയൻറ്റിൻ്റെ മീഡിയേറ്ററാണ്. ആ ക്ലയൻറ്റും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡും തമ്മിലുള്ള മീഡിയേറ്ററാണ്. അപ്പം നമ്മുടെ ഒരു വിശ്വാസപ്രകാരം നമ്മുടെ എല്ലാ ആൻസേഴ്സും, ഇപ്പം പാസ്റ്റ് ആയിക്കോട്ടെ, ഫ്യൂച്ചർ ആയിക്കോട്ടെ, പ്രസൻറ്റ് ആയിക്കോട്ടെ, എല്ലാം ഒരു വ്യക്തിയുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അതാണ് നമ്മൾ ടാരോ കാർഡ്സ് ത്രൂ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ടാരോ കാർഡ്സ് എന്ന് പറയുന്നത് ഒരു ഡിവിനേഷൻ ടൂളാണ്. അപ്പം നമ്മളതിനെ ചാർജ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത്, നാച്ചുറൽ ഹീലിങ്ങിലൂടെ കണക്ട് ചെയ്തിട്ട്, എനർജി കണക്ട് ചെയ്തിട്ട് നമ്മളത് നമ്മുടെ ക്ലയൻറ്റിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ നമ്മൾ സോളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഓരോ റീഡിങ്ങും എടുക്കുന്നത്. എൻ്റെ ഒരു സ്റ്റൈലെന്ന് പറയുമ്പം ഞാനൊരു 2 മണിക്കൂറത്തെ കൺസൾട്ടേഷനാണ് ഒരു ക്ലയൻറ്റിന് കൊടുക്കുന്നത്. അത് ഡീറ്റെയിൽഡ് റീഡിംഗ് ആയിട്ടാണ് പോകുന്നത്. ടാരോ മാത്രമല്ല, ഞാൻ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും കൂടി വെച്ചിട്ട് ഡീറ്റെയിൽഡ് റീഡിങ്, ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത് വാങ്ങിച്ച് ന്യൂമറോളജിയും ടാരോയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് റീഡ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പാസ്റ്റ് ലൈഫ് റീഡിങ് ചെയ്യാറുണ്ട്, അതുപോലെ ലൈഫ് പർപ്പസ് റീഡിങ്ങും ചെയ്യാറുണ്ട്. അതാണ് ഈ ഒരു 3 രീതിയിലാണ് ഞാനിപ്പം കൺസൾട്ടേഷൻ ടാരോ വെച്ചിട്ട് ചെയ്യുന്നത്. 2 hours കൺസൾട്ടേഷനാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നത്. ഓക്കെ. അപ്പം അവരുടെ ഏതൊക്കെ മേഖലകളിലാണ് ടാരോ റീഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ നമ്മൾ ഇമോഷണലി ഡൗൺ ആവുന്ന സമയത്ത് നമുക്കൊരു ആൻസർ വേണം. നമ്മൾ ഈ കറൻറ്റ് സിറ്റുവേഷനിൽ ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്. അതെ, ടാരോ എന്ന് പറയുന്നത് തന്നെ ഗൈഡൻസ് ആൻഡ് ചോയ്സസ് ആണ്. നമ്മുടെ ഒരു പ്രഡിക്ഷനേക്കാൾ കൂടുതൽ അതൊരു ടാരോ എപ്പോഴും റീഡ് ചെയ്യുമ്പം അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ആസ് എ ടാരോ റീഡർ ആയിക്കോട്ടെ, വരുന്ന ക്ലയൻ്റ് ആയിക്കോട്ടെ, അവർ മനസ്സിലാക്കേണ്ടത് ഏത് സിറ്റുവേഷൻ, കറൻറ്റ് സിറ്റുവേഷനിൽ അവർ എന്ത് കാര്യത്തിനാണ് സ്റ്റക്കായി നിൽക്കുന്നത്, അവർക്കൊരു ഉത്തരം കിട്ടുന്നില്ല, എന്ത് ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ആ ടൈമിൽ എല്ലാ എഫേർട്ടും അവരെടുത്തു കഴിഞ്ഞു, പക്ഷെ അവർക്ക് ഒരു ഉത്തരം കിട്ടുന്നില്ല. അപ്പോൾ ആ ടൈമിലാണ് നമ്മളെ ടാരോ ഗൈഡ് ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് ഗൈഡൻസ് ആൻഡ് ചോയ്സസിന് വേണ്ടിയിട്ട് വേണം അതെടുക്കാൻ. അത് നമ്മൾ റീഡ് ചെയ്യുന്നത് അവരുടെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ആൻസറാണ്. അതൊക്കെ നമ്മൾ ഹയർ സെൽഫുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് റീഡ് ചെയ്യുന്നത്. പിന്നെ ടാരോ എങ്ങനെയാണ് അത്രയും ആക്യുറേറ്റ് ആയിട്ട് ആൻസർ വരുന്നത്? ഒന്ന്, അത് കറൻറ്റ് സിറ്റുവേഷൻ നമ്മളെ കാണിച്ചു തരുന്നു. ഇത് നേച്ചറുമായിട്ട് കണക്റ്റഡ് ആണ്, നാച്ചുറൽ എനർജിയുമായിട്ട്. പിന്നെ ഇതിനകത്ത് ന്യൂമറോളജി ബന്ധപ്പെട്ടിട്ടുണ്ട്, നമ്പേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്. കളർ സിംബോളിസം ഉണ്ട്, പിക്ചർ സിംബോളിസം ഉണ്ട്. അങ്ങനെ ഇത്രയും കാര്യം. പിന്നെ റീഡറിൻ്റെ ഇൻഡ്യൂഷൻ അത് മസ്റ്റാണ്. ടാരോ റീഡിങ്ങിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഇൻഡ്യൂഷൻ എന്ന് പറയുന്നൊരു പാർട്ട്. ഈ റീഡ് ചെയ്യുന്ന ഈ ടാരോ റീഡർ ഭയങ്കര ഇൻഡ്യൂട്ടീവ് ആയിരിക്കണം. അപ്പോൾ അത് ഇൻഡ്യൂഷൻ പവറുള്ള ഒരു ടാരോ റീഡറിനെ കറക്റ്റായിട്ട് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ടാരോ റീഡിങ് പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഇൻഡ്യൂഷൻ പ്രോപ്പറായിട്ട് കിട്ടുന്ന വ്യക്തിക്കാണ് അത് ശരിക്കും നല്ലൊരു മെസ്സേജ് അല്ലെങ്കിൽ നല്ലൊരു ഗൈഡൻസ്
ഗൈഡൻസ് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനും പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? ചുമ്മാ ഒരാൾക്ക് റീഡർ ആവാൻ പറ്റില്ല. പിന്നെ ആ റീഡ് ചെയ്യാൻ ആഗ്രഹിച്ച് വരുന്ന വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തിയും നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിക്കുക എന്നുള്ളതൊരു നിർബന്ധമുള്ളൊരു കാര്യമാണ് അല്ലേ? അല്ല ചുമ്മാ പരീക്ഷിക്കാൻ വേണ്ടി ഒരു റീഡിങ് നടത്തുക എന്നുള്ളതല്ല അല്ലേ? പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിക്കണം. നമ്മുടെ ആ ഫോക്കസ് നമ്മൾ കറക്റ്റ് ആയിരിക്കണം. നമ്മളിപ്പോൾ ചോയ്സ്, നമ്മൾക്ക് മനസ്സിൽ കുറേ കൺഫ്യൂഷൻസ് കാണും, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ആയിരിക്കാം. അത് എവിടെയാണ് റൂട്ട് കോസ്? നമ്മൾ പലപ്പോഴും സിംറ്റംസിനെ വെച്ചിട്ടല്ലേ നമ്മൾ പലതും മരുന്ന് കൊടുക്കുക അല്ലെങ്കിൽ പരിഹരിക്കുക, സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. ശരിക്കും റൂട്ട് കോസിലേക്ക് പോകാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു ഡിവിനേഷൻ ടൂൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പം മാം ഇപ്പോൾ പർപ്പസ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ പാസ്റ്റ് റീഡിങ്, അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് തീരുമാനിക്കണം, ഞാൻ അപ്പം 2-3 വഴികളുണ്ട്, ഏത് വഴിയിലേക്ക് തിരിയണം അല്ലേ, ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് വരും. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് റീഡ് ചെയ്ത് കൊടുക്കുന്നത്? ആദ്യം ഞാൻ മാം പറഞ്ഞ പോലെ ഇൻഡ്യൂഷൻസ് എന്നോട് ചോദിച്ചില്ല, എങ്ങനെയാണ് ഇൻഡ്യൂഷൻസ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ടാരോ റീഡർ എങ്ങനെയാണ് ഇൻഡ്യൂട്ടീവ് ആകുന്നത്, അല്ലെങ്കിൽ ഏതൊരാൾക്കും അത് റീഡ് ചെയ്യാമോ എന്ന് വെച്ചാൽ ഏതൊരാൾക്കും റീഡ് ചെയ്യാം. അതിന് ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ സ്പിരിച്വൽ ആവുക. സ്പിരിച്വൽ എന്ന് പറയുന്നതും റിലീജിയസ് വർക്കും രണ്ടും തമ്മിൽ വ്യത്യാസമാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പ്യുവർ ഹാർട്ടഡ് ആയിട്ടിരിക്കുക, നമ്മുടെ നേച്ചറുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് സ്പിരിച്വാലിറ്റി. അപ്പോൾ മെഡിറ്റേഷനിലൂടെ നമുക്ക് ഇൻഡ്യൂഷൻ പവർ വർദ്ധിപ്പിക്കാം. ചക്ര ബാലൻസിങ്ങിലൂടെ ഓൾ ചക്രാസ് നമ്മൾ ഇത് ബ്ലോക്കുകൾ ഇല്ലാണ്ടിരിക്കുക. ഇപ്പം ഒരു എനർജി ഏതെങ്കിലും ഒരു പ്രാണിക്കായിക്കോട്ടെ, റേക്കി ആയിക്കോട്ടെ പോലുള്ള എനർജിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരാൾ, അതായത് ഇൻ ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സുമായിട്ട് അത്രയും കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരാൾ ഇൻഡ്യൂട്ടീവ് ആവാൻ നമുക്ക് പറ്റും. പിന്നീട് വന്നത് ഇതുപോലെ മാം ആദ്യം പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു യൂണിവേഴ്സിൻ്റെ തന്നെ സെലക്ഷനാണ്. ചില ആൾക്കാരെ നമ്മൾ യൂണിവേഴ്സ് തന്നെ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ അത് അത്രയും ജെന്യുവിനായിട്ടിരിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയുള്ളൂ. കാരണം ഒരു വ്യക്തി എൻ്റെ അടുത്തേക്ക് വരുന്നത് അവൻ്റെ ഏറ്റവും ഹോപ്പ്ലെസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരിക്കും വരുന്നത്. കരിയറിനെ കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഏത് ഫിനാൻസ് ആയിരിക്കാം, ഹെൽത്ത് വൈസ് ആയിരിക്കാം. അപ്പോൾ അവിടെ നമ്മൾ ഏറ്റവും ജെനുവിനായിട്ടിരിക്കണം. ഒന്നും ബട്ടറിങ് ചെയ്യാൻ നിൽക്കരുത്. കറക്റ്റായിട്ട് എന്താണോ പറയുന്നത് ഡെഫിനറ്റ്ലി അങ്ങനൊരു നമ്മളൊരു എത്തിക്സ് വെച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് റീഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ പാസ്റ്റ് ലൈഫ് എങ്ങനെയാണ് റീഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരു ഞാൻ പാസ്റ്റ് ലൈഫിൻ്റെ റീഡിങ് ചെയ്യുന്നത് 4 അവേഴ്സിൻ്റെ കൺസൾട്ടേഷനാണ്. 4 അവേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു 1 അവർ നമ്മൾ എനർജിയിലൂടെ, അതായത് റേക്കി എനർജിയിലൂടെ അവരുടെ സോളുമായിട്ട് കണക്ട് ചെയ്ത് ആ സോളിൻ്റെ പാസ്റ്റ് ലൈഫിലേക്ക് പോവാണ്. കാരണം ഈ സോൾ ഒരു ജന്മം എടുക്കുമ്പോൾ അതെല്ലാം അവിടെ തന്നെ ഫീഡ് ചെയ്തിട്ടുണ്ട് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ. അപ്പോൾ അത് എനർജി ത്രൂ പോയി പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ പോലെ ചെയ്ത് പിന്നീട് അതിൻ്റെ പാസ്റ്റ് ലൈഫിൻ്റെ കാർഡ്സ് എടുക്കും. അതിന് ശേഷം അത് റീഡ് ചെയ്യുന്നത് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ, അതായത് പാസ്റ്റ് ലൈഫിൻ്റെ ബ്ലോക്ക് മാറ്റുന്നത് ഈ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ പാസ്റ്റ് ലൈഫ് ഹീൽ ചെയ്തിട്ട് വേറെ നമുക്ക് പ്രയോജനമില്ല. നമുക്ക് ഈ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവും ഇപ്പോൾ ചിലപ്പോൾ ടൈം നല്ലതായിരിക്കാം, പക്ഷേ എന്ത് ചെയ്തിട്ടും അങ്ങോട്ടും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ചിലപ്പോൾ പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലും കർമ്മയായിരിക്കും. അപ്പോൾ അത് ഹീൽ ചെയ്ത് കഴിയുമ്പം ഈ ലൈഫ് നമുക്ക് ബെറ്റർ ആവും. ഈ ലൈഫ് മുമ്പോട്ട് എങ്ങനെ പോകണം എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടും. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് വെള്ളം കാണുന്നത് ഭയങ്കര പേടിയായിരിക്കും. എന്നാൽ ഈ ലൈഫിൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ടാവില്ല. ചിലർക്ക് ഭയങ്കര തലവേദനയായിരിക്കും, എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും മാറ്റമുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ഭയം ഉള്ളിലുണ്ടാവുക, അല്ലെങ്കിൽ ബ്ലോക്കുകൾ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ പാസ്റ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എനിക്ക് ഒരുപാട് കൺസൾട്ടേഷൻ ചെയ്തതിൽ നിന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ പാസ്റ്റ് ലൈഫിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് അവരെ കൗൺസിലിങ്ങിലൂടെ മാറ്റി, എനർജി ഹീലിങ്ങിലൂടെ മാറ്റി കഴിയുമ്പോഴത്തേനും അവർക്ക് ഒരുപാട് ബെറ്റർമെൻ്റ് ഉണ്ടായ സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനെ പാസ്റ്റ് ലൈഫ് റീഡ് ചെയ്യാറുണ്ട്. ഇനി അതല്ലെങ്കിൽ ലൈഫ് പർപ്പസ് എടുക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ഇതുപോലെ യൂണിവേഴ്സ് തിരഞ്ഞെടുത്ത, എല്ലാവരും യൂണിവേഴ്സ് തിരഞ്ഞെടുത്ത ആൾക്കാരാണ്, പക്ഷേ ചിലർക്ക് അതിൻ്റേതായ പ്രത്യേക ഒരു ലൈഫ് പർപ്പസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഒരു ലൈഫ് പർപ്പസ് ഉണ്ടാവും. ഓരോ സോൾ ജനിക്കുന്നത് ഓരോ ലൈഫ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരൊരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, പല ജോബ് കാണും പക്ഷേ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, ഒരുപാട് ക്യാഷ് കാണും പക്ഷേ ലൈഫിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കില്ല, എല്ലാ ലൈഫ് മെറ്റീരിയൽ ലൈഫും ഉണ്ടായിരിക്കാം,
അപ്പോൾ ആ ഒരു ടൈമിൽ ലൈഫ് പർപ്പസ് എന്ന് പറയുന്നൊരു റീഡിംഗ് ഉണ്ടാവും. അതും ഇതുപോലെ തന്നെ 4 hours സെക്ഷനായിട്ടാണ് ചെയ്യുന്നത്. കൗൺസിലിംഗ് പോലെ, കൗൺസിലിങ്ങും എനർജി ഹീലിങ്ങിലൂടെ സോളുമായി കണക്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മളിപ്പം ടാരോ കാർഡ്സ് ഇപ്പം ഷഫിൾ ചെയ്തിട്ട് നമ്മൾ റീഡ് ചെയ്യുമല്ലോ. അപ്പം അതിൽ തന്നെ ഒരുപാട് തരത്തിലുണ്ട്. ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കാർഡ്സ് വീഴുന്നുണ്ട്, ഇൻവേഴ്സ് ആയിട്ട് അല്ലേ രീതിയിൽ വരുന്ന കാർഡ്സ് ഉണ്ട്. ചിലപ്പോൾ 2-3 വീണ് പോകാറുണ്ട് അല്ലേ, ചിലത് തെറിച്ച് പോകും. അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പല രീതിയിൽ റീഡിങ്സ് പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഒരു നെഗറ്റീവ് റീഡിംഗ് ആണ് അപ്പോൾ കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ ക്ലയൻറ്റിനെ ഇങ്ങനെ എടുത്തടിച്ച് പറയാതെ ഒരു മയത്തിലാണോ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ സെൻസിറ്റീവ്നെസ് മനസ്സിലാക്കി അവരുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അവർ ഏത് അവസ്ഥയിലാണെന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് അവരെ ഹാൻഡിൽ ചെയ്യുന്ന ആ സമയത്ത് അങ്ങനെ വരുമ്പോൾ? നമ്മളൊരിക്കലും എടുത്തടിച്ച് പോലെ മറുപടി പറയില്ല. കാരണം അവരവരുടെ എല്ലാ പ്രശ്നങ്ങളും ഒന്നും ഒരാളുടെ അടുത്ത് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളെ തേടി വരുന്നത്. അപ്പോൾ മുഖത്തടിച്ച പോലെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ വിഷമം ഉണ്ടാവുകയുള്ളൂ എന്ന് കരുതിയിട്ട് ഞാനത് മറച്ചു വയ്ക്കാറുമില്ല. ഈ ഇപ്പം കാർഡ്സ് കിട്ടുന്നത്, പിന്നെ ടാരോ കാർഡ്സ് ഏറ്റവും ഇപ്പം ഈ പറയുന്ന പോലെ പാസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ ലൈഫ് പർപ്പസ് അല്ലെങ്കിൽ കറൻറ്റ് സിറ്റുവേഷനെയാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. ഇതെന്താണ്? ഗൈഡൻസ് ആണ്, ചോയ്സസ് ആണ്. അപ്പം ഇത് അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഏറ്റവും നല്ല ഗൈഡൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് കിട്ടും. ഇപ്പോൾ ഒരു നെഗറ്റീവ് കാർഡ് കണ്ടെന്ന് കരുതിയിട്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതിനുള്ള സൊല്യൂഷനും യൂണിവേഴ്സ് തന്നെ ഒരുക്കിയിട്ടുണ്ട് അല്ലേ, നമുക്ക് യൂണിവേഴ്സ് എല്ലാം ഒരുക്കിയിട്ടുണ്ട് നേച്ചറിൽ. അപ്പോൾ അതിനുള്ള സൊല്യൂഷനും ആ കാർഡിനകത്ത് തന്നെ ഉണ്ടാവും. അതൊരു ഗൈഡൻസ് ആണ്. ഇപ്പം ഒരു വലിയൊരു ബിസിനസ്സിലേക്ക് ഒരാൾ കുറച്ച് എമൗണ്ട് ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് വരുമ്പോൾ ഒരു നെഗറ്റീവായിട്ടാണ് കാർഡ് വന്നതെങ്കിൽ നമ്മളത് അവരോട് പറയുകയാണ് ഇങ്ങനെയാണ് വരാൻ പോകുന്നതെന്ന് പറയുമ്പം അവിടെ അവരുടെ ലോസ് അല്ലേ നമ്മൾ തടയുന്നത്. ഓക്കെ, ചിലത് അത് അക്സെപ്റ്റ് ചെയ്യും. ഇപ്പം ഡെസ്റ്റിനിൽ വരാനുള്ളതാണെങ്കിൽ ചിലപ്പോൾ അത് അങ്ങനെ തന്നെ വന്നു പോകും. പക്ഷെ നമ്മൾ മാക്സിമം ഗൈഡൻസ് കൊടുക്കുക. പിന്നെ ഈ പറയുന്ന പോലെ ഷഫിൾ ചെയ്ത് താഴെ വീഴുന്ന കാർഡ് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഓരോ റീഡേഴ്സിനും ഓരോ രീതിയിലുള്ള സ്റ്റൈൽ ഓഫ് റീഡിംഗ് ആണ്. ഞാൻ ചിലപ്പോൾ കാർഡ് എടുക്കുമ്പോൾ ഷഫിൾ ചെയ്യുമ്പോൾ നിലത്ത് വീഴും. ചിലപ്പോൾ എനിക്ക് തോന്നുകയാണ് ആ കാർഡ് പിക്ക് ചെയ്യാൻ വരും. അതൊക്കെ എനർജി ബേസ്ഡ് ആണ്. ഓരോ റീഡേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് രീതിയിലാണ് അവരത് റീഡ് ചെയ്യുന്നത്. അപ്പോൾ താഴെ വീഴുന്ന കാർഡ്സിന് നെഗറ്റീവ് എന്നല്ല അതിനർത്ഥം. അത് യൂണിവേഴ്സ് തരുന്ന മെസ്സേജാണ്. ചില റീഡേഴ്സിൻ്റെ എന്ന് വെച്ചാൽ അവർ തന്നെ കാർഡ്സ് എടുക്കാൻ പറയും. ഇപ്പം ലൈവ് റീഡിംഗ് ആണെങ്കിൽ കാർഡ്സ് ക്ലയൻസിനെ കൊണ്ട് തന്നെ എടുപ്പിക്കും. അതിപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൂടുതലും അവരുടെ എനർജിയുമായിട്ട് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ റീഡ് ചെയ്യുമ്പം റീഡർ ഒരു മീഡിയം മാത്രമാണ്. ശരിക്കും യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, കാർഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ക്ലയൻ്റാണ്. അപ്പോൾ അങ്ങനെ എടുക്കും. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യും എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത് വീഡിയോ കോളിൽ വരാൻ. ഓൺലൈൻ ആണെങ്കിൽ വീഡിയോ കോളിൽ വന്നിട്ട് അവരോട് നേരിട്ട് കാർഡ്സ് കാണാൻ പറയും. അപ്പോൾ ഒരേ കാർഡ് തന്നെ എനിക്കൊരു 4-5 പ്രാവശ്യമൊക്കെ റിപ്പീറ്റഡ് വരും. കാരണം അവരുടെ മുമ്പിൽ ഇരുന്നിട്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ ഓഫ്ലൈൻ അല്ലെങ്കിൽ വീഡിയോ കോളിൽ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, അത്രയും വിശ്വാസം തരത്തില്ല. അപ്പോൾ അതപ്പോൾ അവർക്ക് മനസ്സിലാവും. പിന്നെ എൻ്റെ ഒരു റീഡിങ് സ്റ്റൈല് ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അല്ലെങ്കിൽ ഞാൻ പഠിച്ചു എന്താണ് ടാരോ എന്ന്, അതിന് ശേഷം ഞാനത് ക്രിയേറ്റ് ചെയ്തു. അതിലെനിക്കൊരു നല്ല സക്സസ്സും കിട്ടി. അപ്പം എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്നു കഴിയുമ്പോൾ ക്ലിയർ ആയിട്ടാണ് പോകുന്നത്. എന്ത് കാര്യത്തിനാണോ ക്ലാരിറ്റി കിട്ടുന്നത്, ആ ക്ലാരിറ്റിയോട് കൂടി പോയി കഴിയുമ്പോൾ പിന്നീട് അവർക്ക് അതിന് വേണ്ടിയിട്ട് വേറൊരു എഫേർട്ട് എടുക്കേണ്ടി വരത്തില്ല. അതെൻ്റെ ഒരു നിർബന്ധം കൂടിയാണത്. എൻ്റെ അടുത്ത് ആ ഒരു കാര്യത്തിന് വന്നാൽ അത് ക്ലിയർ ആയി പോകണം. അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ടാരോട്സും ന്യൂമറോളജി ഡേറ്റും രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഇതിപ്പം റീഡർ എന്നുള്ള രീതിയിൽ ഇപ്പം നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ വീട്ടുകാർ, ബന്ധുക്കൾ അങ്ങനെയൊക്കെ വരാറുണ്ട്. ഈവൻ നമുക്ക് പോലും റീഡ് ചെയ്യാറുമുണ്ട് അല്ലേ, നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ റീഡിങ്ങിൽ വ്യത്യാസം തോന്നിയിട്ടുണ്ട്. അതായത് നമുക്ക് പരിചയമില്ലാത്ത ഒരാൾക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണെന്നും നമ്മുടെ അടുത്ത് നിൽക്കുന്നവരല്ലേ നമുക്ക് റീഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകാം അല്ലെങ്കിൽ മാറി വരാം എന്ന് അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതിന് നമ്മൾ ന്യൂട്രലാണ്. അത് ആ റീഡറിൻ്റെ ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഇതിപ്പം നമുക്കറിയാത്തൊരു സ്ട്രേഞ്ചർ ആയിക്കോട്ടെ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, ആർക്ക് റീഡ് ചെയ്യുമ്പോഴും ആസ് എ റീഡർ ചെയ്യേണ്ട ഒരു കാര്യം അവരെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം. അല്ലെങ്കിൽ അവരുടെ എനർജി ന്യൂട്രലായിരിക്കണം റീഡിങ് ചെയ്യുന്ന സമയത്ത്. ആ ടൈമിൽ ഇപ്പം നമുക്ക് ഫാമിലിയിൽ നിന്നോ സ്ട്രേഞ്ചേഴ്സൊന്നൊന്നുമില്ല. ഇപ്പം ഞാൻ ബേസിക്കലി ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ അല്ലാതെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ റീഡിങ് ചെയ്യാറില്ല. ആ ടൈമിൽ കാർഡ്സ് എടുക്കാറില്ല. ഇതിന് പക്ഷേ അതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ബേസിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡർ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കണം, ഓറ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം.
മെഡിറ്റേഷനും ഈ കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് കൊണ്ടുപോയിരിക്കണം. അപ്പോൾ ആ എനർജി വൈബ് അനുസരിച്ചിട്ടാണ്. അങ്ങനെ ന്യൂട്രലായിട്ട് കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സ്ട്രേഞ്ചേഴ്സൊന്നും ഫാമിലിയൊന്നും അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ക്ലയൻറ്റ് ഭയങ്കര ഡള്ളാണെങ്കിൽ ആ റീഡിങ് ചെയ്യുന്ന ടൈം അത്രയും അവരോടൊരു കോഡ് കണക്ഷനാണ് നമുക്കുള്ളത്, ഒരു എനർജി കോഡ് കണക്ഷനുണ്ട്. അപ്പോൾ ആ ഒരു എനർജി നമ്മളിലും കൂടെ എഫക്റ്റ് ചെയ്യും. എനിക്ക് രസകരമായ ഒരു അനുഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ റീഡിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോവാം. ആ കുട്ടി വീഡിയോ കോളിലുണ്ട്, പക്ഷെ ഞാൻ എത്ര റേക്കി ചെയ്തിട്ടും എത്ര ക്രിസ്റ്റൽസ് ഇട്ടിട്ടും എനിക്ക് ഞാനങ്ങ് ക്ഷീണിച്ചങ്ങ് ഉറക്കം പോലെ വരിക. പക്ഷെ ഞാൻ അതിനോട് തന്നെ പറഞ്ഞു, മോളെ നിനക്ക് എന്താ ഇത് പറ്റിയത്, നീ ഇത്രയും ഡള്ളാണോ? കാരണം ആ എനർജി എന്നെ അത്രയും എഫക്റ്റ് ചെയ്യുന്നു. പക്ഷെ ആ കോഡ് കട്ട് ചെയ്ത് എനർജി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഓക്കെ ആയി. പക്ഷെ ഞാൻ അതിന് ഒരുപാട് മെഡിറ്റേഷൻസും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഇന്നതുപോലെ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇതിപ്പം ക്ലെൻസിങ് പോലെ ഉപ്പ് വെള്ളത്തിൽ കുളിക്കുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ അതിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇത് റീഡിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഇതിൽ താല്പര്യം വരികയാണ് പഠിക്കാൻ, എനിക്കിത് പഠിച്ചാൽ കൊള്ളാം, അപ്പോൾ എനിക്ക് തന്നെ കുറേ ഗൈഡൻസും കാര്യങ്ങളും കിട്ടുമല്ലോ എന്ന് കരുതി അങ്ങനെ പഠിച്ചിട്ട് അവരെന്നെ റീഡ് ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് നല്ലതായിരിക്കുമോ? ഡെഫിനറ്റ്ലി അത് നല്ലതാണ്. കാരണം ഇത് നമ്മുടെ സെൽഫ് ബെറ്റർമെൻറ്റിനാണ് ഇത് ആദ്യം യൂസ് ചെയ്യേണ്ടത്. ഞാൻ കഴിഞ്ഞ 2 വീഡിയോസിലും പറഞ്ഞു, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് ആദ്യം എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? നമ്മുടെ സെൽഫ് ബെറ്റർമെൻറ്റിനാണ്, നമ്മുടെ ലൈഫിനാണ്. നമ്മുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് തിരിച്ചറിയുകയാണ് ചെയ്യേണ്ടത്, അല്ലേ? നമുക്ക് ചുറ്റുമുള്ള വൈബ്രേഷൻസ് എന്താണെന്ന്. ഇപ്പോൾ ഒരു വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് വരുന്നു, അപ്പോൾ ആ വ്യക്തി നമുക്ക് നല്ലതാണോ ചീത്തയാണോ എന്ന് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് കാർഡ് ത്രൂ എടുക്കാൻ പറ്റും അത് പഠിച്ചു കഴിയുമ്പം. പക്ഷേ ഇപ്പം ഒരുപാട് വെബിനാറും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. ടാരോ ഒരു 2 ദിവസം കൊണ്ട് പഠിക്കാം, 3 ദിവസം കൊണ്ട് പഠിക്കാം. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ടാരോ പഠിക്കാൻ, ഒരു അഡ്വാൻസ് കോഴ്സ് പഠിക്കാൻ മിനിമം 3 മാസം അല്ലെങ്കിൽ 4 മാസം എടുക്കും. എനിക്ക് സ്റ്റുഡൻസ് ഉണ്ട്, അവർ തന്നെ പറയുന്നുണ്ട്, മാം ഇത്രയും വാസ്റ്റായിട്ടുള്ള സബ്ജക്റ്റാണ് ടാരോ എന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ഒരു ബുക്ക് തന്നെ ഉണ്ട് നോട്ട്സിൻ്റെ, അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാൻ. അപ്പം പഠിക്കുന്നവർക്ക് പഠിക്കാം. പിന്നെ ഇത് നമ്മുടെ സെൽഫ് ബെറ്റർമെൻറ്റ് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി കൂടാണ്ട് പിന്നെ ഇപ്പം ഇതിപ്പം ഉണ്ട്. കാരണം ഒരുപാട് പേർക്ക് ജോലി സാധ്യതയും ഇതിനകത്ത് കാണുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ്, ഈ ആസ്ട്രോ ടോക്ക്, ആസ്ട്രോ യോഗി, ഈ ഡിവൈൻ ടോക്കൊക്കെ പോലുള്ള ആസ്ട്രോളജിക്കൽ ആപ്പിനകത്ത് ഇപ്പോൾ ഒരുപാട് പേരെ ആവശ്യവുമാണ്. അപ്പോൾ അവർക്കൊരു ഏണിങ് സൈഡായിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാനും വർക്ക് ചെയ്യുന്നതാണ് ഓൺലൈൻ ആപ്ലിക്കേഷനിൽ. അപ്പം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഒരുപാട് പേരെ ഗൈഡ് ചെയ്യാൻ പറ്റും നമുക്കൊരു റീഡിങ് കഴിയുമ്പോഴത്തേന് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. മാം എല്ലാം എനിക്ക് ക്ലിയറായി, ഒരുപാട് സമാധാനം ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ. ഈ കഴിഞ്ഞ 2 വീഡിയോയിൽ ചെയ്തിട്ട് എന്നെ വിളിച്ച പലരും ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ ഒരു സർക്കിളിൽ നിൽക്കുന്ന ആൾക്കാരാണ്. റിപ്പീറ്റഡ് കോൾസ്, എന്തൊരു കാര്യത്തിന് എന്നെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്, അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യുന്നത്. അതെ, അതൊക്കെയാണ് അതിൻ്റെ ഒരു അനുഗ്രഹം, ബ്ലെസ്സിങ്സ് ആണ് അതൊക്കെ. അതെ. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കാർഡ്സ് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു, അപ്പോൾ അത് പ്രകാരം ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ. ശരിക്കും ഒരു ടാരോ ലൈഫ് സിറ്റുവേഷൻ റീഡ് ചെയ്യുന്നത് ഈ കാർഡ്സാണ്. 8 കാർഡ്സാണിത്. ഇതിനകത്താണ് നമ്മുടെ 78 ലൈഫ് സിറ്റുവേഷൻ, ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയുടെ 78 ലൈഫ് സിറ്റുവേഷൻസ് വരച്ചു വെച്ചിരിക്കുന്നത്. അത് ഓരോ കാർഡ്സിലും നമ്മുടെ ഇമോഷൻസ് ഉണ്ട്, നമ്മുടെ കരിയർ ഉണ്ട്, നമ്മുടെ റിലേഷൻഷിപ്പ് ഉണ്ട്, പിന്നെ ഹെൽത്ത് ഉണ്ട്. അങ്ങനെ ഒരു വ്യക്തി പോകുന്ന ഒരു ലൈഫ് സൈക്കിളിൻ്റെ 78 സിറ്റുവേഷൻസ് അതാണ് മെയിനായിട്ട് നമ്മൾ റീഡ് ചെയ്യുന്ന കാർഡ്. ഇത് വെച്ചിട്ടാണ് ടാരോ റീഡ് ചെയ്യുന്നത്. ഇത് ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത്. ഇത് പ്രത്യേകിച്ച് ലൈഫ് പർപ്പസ് റീഡിങ് ചെയ്യണം എന്ന് പറഞ്ഞു വരുന്നവർക്ക് മാത്രം ചെയ്യുന്നൊരു കാർഡാണ്, എല്ലാവർക്കും അത് ചെയ്യാറില്ല. അപ്പോൾ ആ ഒരു ലൈഫ് പർപ്പസ് റീഡിങ്ങിൻ്റെ കാർഡാണിത്. ഇത് ഒറാക്കിൾ കാർഡ്സ്, അല്ലെങ്കിൽ നമുക്കിപ്പം ഏഞ്ചൽസിൻ്റെയൊക്കെ എടുത്തു നമുക്ക് മെസ്സേജസ് വേണം, എന്തെങ്കിലും അവരെന്തെങ്കിലും നേച്ചർ നമുക്ക് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഇതുപോലുള്ള കാർഡ്സ് പല രീതിയിലുണ്ട്. ഇത് ഒരു ഏഞ്ചൽ മെസ്സേജ് കാർഡ്, ഒറാക്കിൾ കാർഡാണ്. ഇത് കൂടുതലും റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ കാർഡ്. ഇത് മൈൻഡ് റീഡിംഗ് എന്ന് നമ്മൾ പറയും. ഇപ്പോൾ ആ വ്യക്തി എന്നെക്കുറിച്ചിട്ട് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ മൈൻഡിൽ എനിക്ക് തരാനുള്ള മെസ്സേജ് എന്താണെന്ന് ഒരു റീഡിംഗ് വരുമ്പോൾ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് മൈൻഡ് റീഡിംഗ് കാർഡാണിത്. ഇതിനകത്ത് ജസ്റ്റ് സിംഗിൾ മെസ്സേജസ് ആയിരിക്കും വരിക, ഓരോരോ മെസ്സേജസ് പോലെ വരും. കണ്ടോ, ഇങ്ങനെ ഒരു ജസ്റ്റ് മെസ്സേജ് പോലെ വരുന്നതാണ്. അതാണ് ഇത് മൈൻഡ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിത്
കവറും പിന്നെ അതിന്റെ പുറത്തേക്ക് എടുത്ത് വെച്ചേക്കാണ് കാർഡ്സ് എല്ലാം. Cards. അപ്പൊ ഇങ്ങനെ ഇത് ഒരുപാട് ഉണ്ട് അല്ലേ? അപ്പം അത് ടാരോ റീഡിങ്ങും ഒറക്കിൾ റീഡിങ്ങും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. എനിക്ക് ഏകദേശം 38 ഡെക്സ് ഉണ്ട്. ഇതിന് ഡെക്ക് എന്നാണ് പറയുന്നത്. ഈ കാർഡ്സിന്റെ ഈ ഓരോ ബോക്സിനെ നമ്മൾ ഡെക്സ് എന്നാണ് പറയുന്നത്, ഓരോ സെറ്റ് ഓഫ് ഡെക്സ് എന്ന് പറയും. എനിക്ക് ഏകദേശം ഒരു 38 ഡെക്സോളം ഉണ്ട്. എനിക്ക് ഓരോ സമയത്ത് ഇപ്പോൾ ഓരോ റീഡേഴ്സിന് അത് പിന്നെ അത് വേണം എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇൻഡ്യൂഷനായിട്ട് തോന്നുവാണെങ്കിൽ ഞാൻ അത് എടുക്കും. അപ്പൊ എനിക്ക് റീഡിങ് ഇതുപോലെ ചെയ്തു തരാമല്ലോ അല്ലേ? ഡെഫിനറ്റ്ലി ചെയ്തു തരാം, അതിനെന്താ. നേരത്തെ റീഡ് ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം അതിപ്പം നമ്മൾ ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് തന്നെ റീഡ് ചെയ്ത് കാണിക്കാന്ന് പറയുന്നുണ്ട്. അപ്പം ഒന്ന് ചെയ്യാം. ഓക്കെ, ചെയ്യാം. നന്നായി പ്രാർത്ഥിച്ചോളൂ. മാമിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാനോ എടുക്കാനോ ഉണ്ടോ? മീൻസ് എന്തെങ്കിലും പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എനർജി ചെക്ക് ചെയ്ത് പറഞ്ഞാൽ മതിയോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിന് ഒരു ഗൈഡൻസ് പോലെ ചോദിക്കാം. ഇല്ലെങ്കിൽ ഞാൻ എനർജി അഞ്ജന മാമിൻ്റെ കയ്യിൽ തട്ടി എനർജി വന്നത് പറയട്ടെ. ഒരു കാര്യത്തിലും ഉറച്ച് നിൽക്കാത്തൊരു മൈൻഡ് സെറ്റായിട്ട് കാണിക്കുന്നു. കൺഫ്യൂഷൻ, ജഗ്ലിംഗ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റായിട്ട് കാണിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നിൽക്കുന്ന ഒരു സ്റ്റേബിൾ ഇല്ലാത്തതുപോലെ. കരിയർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കരിയറിൽ സ്റ്റെബിലിറ്റി തന്നെയാണ് കാണിക്കുന്നത്. കിങ് ഓഫ് സോർട്സ് ആണ് കാണിക്കുന്നത്. കരിയറിൽ സ്റ്റെബിലിറ്റി കാണിക്കുന്നുണ്ട്. എനർജി ബേസിൽ ഞാൻ പറഞ്ഞ തോട്ട്സിലാണ് പ്രശ്നം. തോട്ട്സ് നിൽക്കുന്നില്ല, ചിന്തകൾ എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ട് പോകുന്നു. പിന്നെ ദ ഹെർമിറ്റ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നു. ഒരുപാട് വിസ്ഡം, നോളജ്, അറിവൊക്കെയുള്ള ആളാണ്. പക്ഷേ അത് സ്വന്തം കാര്യത്തിനല്ല യൂസ് ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വഴികാട്ടുന്നത്. അല്ലെങ്കിൽ ഒരു ലോൺലെസ് ഫീലുണ്ട് എപ്പോഴും. എല്ലാ കാര്യമുണ്ട് കയ്യിലെങ്കിലും എപ്പോഴും ഒരു ലോൺലെസ് ഫീലുണ്ട്. ഈ നോളജും വിസ്ഡവും ഒക്കെ മറ്റുള്ളവർക്കാണ് വഴികാട്ടുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണമായത്. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തണം എന്നായിരിക്കാം അത് വന്നിരിക്കുന്നത്. പക്ഷെ സ്വന്തം ലൈഫിൽ അത് എത്രമാത്രം ആവുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ അത് അതാണ് നമുക്ക് ഈ പറഞ്ഞ ഒരുപാട് ചില സമയത്ത് ഓവർ ഇൻഫർമേഷൻ എന്നുള്ളൊരു സംഭവം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വെച്ചാൽ ഇപ്പോൾ ഞാൻ എത്രയോ വ്യക്തികളായിട്ട് കണ്ട് സംസാരിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ കടന്നു പോകുമ്പം ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നൊരു സൈഡിലുണ്ടെങ്കിലും പക്ഷേ നമുക്കിങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ എന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ അറിവുകൾ കിട്ടിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതാണോ അതാണോ എന്നുള്ളൊരു ചോയ്സ് എപ്പോഴും വെച്ചാൽ ഓവർ ഇൻഫർമേഷൻ ഒരു ഫാക്ടറാണ്. എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. ഞാൻ തന്നെ എന്നെ ജഡ്ജ് ചെയ്തിട്ടുള്ളപ്പോൾ മനസ്സിലായിട്ടുള്ളതാണ്. മേ ബി നമ്പർ 7 or 4 മാമിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ കാണും. 7 ആണോ? ഓക്കെ, നോക്കാൻ തന്നെ ഞാൻ പറഞ്ഞില്ല. 7 ആയിട്ടുള്ള ആൾക്കാരുടെ ഇതാണത് ബേസിക്കായിട്ട്. പക്ഷെ അതൊന്നും ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, ഹെർമിറ്റ് എന്ന് പറയുന്ന ഒരുപാട് ന്യൂട്രൽ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ആള് ഭയങ്കരമായിട്ട് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്ന ഒരാളും കൂടി. ഈ മേഖലയിൽ നിൽക്കുന്ന ഉള്ള ഒരാൾക്ക് പറഞ്ഞിട്ടുള്ള ഈ ഒറ്റപ്പെടലും തോന്നുന്നു. എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ ചിന്തിക്കുകയും നമ്മളെപ്പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ നമുക്ക് ചുറ്റും കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുമ്പോൾ നമുക്ക് ആ ഒറ്റപ്പെടൽ പുറമേ തോന്നിയില്ലെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. അതെൻ്റെ ചെറിയ നാൾ തൊട്ടേ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എന്തോ ഇവിടെ അല്ല, വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഞാൻ ഇവിടെ ജനിക്കേണ്ട ആളല്ല, അല്ലെങ്കിൽ ഇവിടെ പറ്റിയ ആളല്ല, ഈ ഭൂമിക്കേ പറ്റിയില്ലെന്ന് പോലും ചില സമയത്ത് നമുക്ക് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം ഇങ്ങനെ എപ്പോഴും നിൽക്കാറുണ്ട്. ഇപ്പോൾ സത്യമാണ്, റീഡിങ് 100% ആക്യുറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാമെന്ന് വെച്ചാൽ ഇതിപ്പം ഭയങ്കര റാൻഡമായിട്ട് എടുത്തതാണ്. എന്നാൽ ഞാനൊരു ചോദ്യം പോലും ചോദിച്ചില്ല, എന്നെപ്പറ്റി എന്താണ് അറിയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു ചോദ്യമായിട്ട് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ മനസ്സിലപ്പോഴൊരു കറണ്ട് സിറ്റുവേഷനാണ് മനസ്സിൽ വന്നത്. പല ചോദ്യങ്ങളും വരുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, അതായത് നമ്മുടെ ജനങ്ങൾക്ക് അത് കാണുമ്പോൾ അലക്സഞ്ജന വ്ളോഗ്സ് അല്ലെങ്കിൽ അഞ്ജന ആരാണ്, അഞ്ജന എന്താണെന്നൊക്കെ ഉള്ള സംശയം വന്നേക്കാം. അപ്പം എൻ്റെ സിറ്റുവേഷൻ അവരറിയുന്നതും എനിക്കൊരു സന്തോഷമാണ്. ഇനി ലോൺലിനെസ്സിൽ നിന്ന് ചിലപ്പോൾ ഒരു പുറത്തേക്കുള്ളൊരു വഴികാട്ടിയായിരിക്കാം. അപ്പം ആ റീഡിങ്ങിന് വളരെയധികം നന്ദി. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പോലും ആവശ്യപ്പെടാതെ ചില കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ട് തുറക്കേണ്ട സമയത്ത് തുറക്കുമെന്ന് പറയുന്ന പോലെ അതൊരു ഗൈഡൻസ് ആണ്. എനിക്കിതിനകത്ത് ഗൈഡൻസ് ആയിട്ട് തരേണ്ട ഒരു കാര്യം സ്വന്തം നോളജ്, സ്വന്തം വിസ്ഡം, അറിവ്, കാര്യങ്ങൾ സെൽഫായിട്ടും കൂടി ഒന്ന് അത് ഞാൻ ഇന്ന് രാവിലെയും കൂടെ ഞാനിങ്ങനെ ഹസ്ബൻഡോട് സംസാരിച്ചപ്പോഴാണ് ഞാൻ പറയുന്നത്, ഇതെല്ലാം അറിയാം എനിക്ക്,
പക്ഷേ എൻ്റെ സ്വന്തം ലൈഫിൽ വരുമ്പോൾ പ്രാക്ടിക്കലാക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലാക്കണം. അത് ഭയങ്കര മെഡിറ്റേഷൻസ് ചെയ്യണം. മറ്റുള്ളവരോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും നമ്മുടെ ലൈഫിൽ അത് പ്രാക്ടിക്കലാക്കുക എന്ന് പറയുന്നത് സോ ഡിഫിക്കൽട്ട്. ഇല്ല, അത് മെഡിറ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മനസ്സൊന്ന് ഉറച്ചു നിന്നാൽ മതി. അല്ലാതെ കരിയറിലൊന്നും ഒരു ഇൻസ്റ്റെബിലിറ്റിയും കാണുന്നില്ല. പാസിങ് ഫേസ് ആയിട്ടാണ് ഞാൻ എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, ഇത് എവിടെ തുടങ്ങി, എവിടെ ഒരു വിധി പോലെ തുടങ്ങി, അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എപ്പോഴും നമ്മളൊരു സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ആണല്ലോ ചിന്തിക്കുക. അപ്പോൾ ആ ഒരു ചോയ്സിൻ്റെ ഇടയ്ക്ക്, ഒരു തീരുമാനത്തിൻ്റെ ഇടയ്ക്കുള്ള ഒരു സെൽഫ് ഹീൽ അത്യാവശ്യമാണ്. സെൽഫ് ഹീലാണ്. കാരണം ഏതൊരു ഇൻഡിവിജ്വലിനും അവർ മാത്രമേ ഉള്ളൂ. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഓരോ കർമ്മ ബേസ്ഡ് ആയിട്ടും അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടും വരുന്നവരാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ അതിനാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. സെൽഫ് ലവ് എന്തിനാണ് ചെയ്യാൻ പറയുന്നത്? നമ്മുടെ ലൈഫ് നമ്മളോട് തന്നെ നമുക്കൊരു സോളിനോടൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. അല്ലെങ്കിൽ ഈ ബോഡിക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളത് നമ്മുടെ സോളിനോട് മാത്രമാണ് ആക്ച്വലി. ബാക്കിയൊക്കെ നമ്മുടെ ഫിസിക്കൽ ബോഡിക്കുള്ള റെസ്പോൺസിബിലിറ്റീസാണ് ബാക്കി ചുറ്റുമുള്ള ഇതിന്. അപ്പോൾ ആദ്യം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇതേ കാര്യം ഞാൻ എൻ്റെ കൂട്ടുകാർക്കും പലർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോൾ നടക്കുന്നില്ലാത്ത. അതാണ് കാർഡിൽ കണ്ടത്. അപ്പോൾ അവർ എൻ്റെ കൂട്ടുകാർ എന്നോട് പറയാറുണ്ട്, ഒരിക്കലും അഞ്ജനയ്ക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കില്ല എന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞവരുണ്ട്. അപ്പം ഞാൻ പറയാം, ഞാൻ അങ്ങനെയല്ല, ഞാൻ നിങ്ങളിൽ നിന്ന് വ്യത്യസ്ത അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ ദ റീഡിങ്. താങ്ക് യു. അപ്പോൾ നമ്മൾ തുടക്കത്തോടെ സംസാരിക്കുകയാണ് ടാരോ കാർഡ്സ് അല്ലെങ്കിൽ ഒറക്കിൾ കാർഡ്സ് നമ്മുടെ ജീവിതത്തിലെ ബ്ലോക്സ് അല്ലെങ്കിൽ റൂട്ട് കോസ് അറിയാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതിനോടൊപ്പം പലർക്കും ചോദിക്കാനുള്ള ഒരു കാര്യം എന്തായിരിക്കും, ചില ബ്ലാക്ക് മാജിക് എനിക്ക് സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ തടസ്സം എന്ന് പറയുന്നത് പല രീതിയിൽ വരാമല്ലോ, പല എനർജി ബേസ്ഡ് ആയിട്ടുള്ള തടസ്സങ്ങൾ, ബ്ലോക്സ് ഉണ്ടാവും. അപ്പം അതൊക്കെ തിരിച്ചറിയാനായിട്ട് ടാരോ കാർഡിങ് വഴി അറിയാൻ പറ്റുമോ? ടാരോ കാർഡ്സിൽ അങ്ങനെ ഒരു കാർഡുണ്ട്, ദ ഡെവിൾ എന്നും പറഞ്ഞിട്ടൊരു കാർഡ്. അത് ഇതുപോലെ ബ്ലാക്ക് മാജിക്കിനെ മാത്രമല്ല അവരുടെ സിറ്റുവേഷൻസിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഞാൻ റീഡ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യത്തിൽ കാർഡ്സ് മാത്രമല്ല എടുക്കുന്നത്. ഇനിയിപ്പോൾ ദശാസന്ധിയിൽ അവരുടെ ടൈം മോശമാണെങ്കിലാണ് ഈ പറയുന്ന എല്ലാ ബ്ലാക്ക് മാജിക് ആയിക്കോട്ടെ, കണ്ണീർ ദോഷമൊക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മൾ ഏറ്റവും കൂടുതൽ ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത്, എനർജി ഡ്രെയിൻഡ് ആയിട്ടിരിക്കുന്ന സമയത്താണിത്. അപ്പോൾ ഫസ്റ്റ് കാർഡ് നോക്കും, അങ്ങനെ ഉണ്ടോ ഇല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അവരുടെ എനർജി ചെക്ക് ചെയ്യാൻ പറ്റും. ആരാന്ന് ചെയ്തതെന്ന് വെച്ചാൽ എക്സാക്റ്റ് പേരോ കാര്യങ്ങളോ അതിനൊന്നും വേണ്ടിയിട്ടല്ല ടാരോ ഇട്ടത്. ഇപ്പം നമ്മളുടെ അടുത്ത് ചോദിക്കുകയാണ് ഡൗട്ട്. ഇപ്പം എനിക്ക് ഒരാളെ ഡൗട്ടുണ്ട്, അപ്പോൾ ആ ആളുമായിട്ട് ഈ കാർഡ് കണക്ട് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണത്. ആ വ്യക്തിയാണോ അല്ലയോ എന്നുള്ളൊരു എക്സ് ഓർ നോ ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് അതിനകത്ത് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എക്സാക്റ്റ് ആ വ്യക്തിയാണെന്നൊന്നും പറഞ്ഞ് അതൊന്നും ഒരു ഇതിലും പറയാൻ കഴിയില്ലെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. പക്ഷേ എസ് ഓർ നോ ക്വസ്റ്റ്യൻ എടുത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ കഴിവതും ഞാൻ ഈ ബ്ലാക്ക് മാജിക് കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയുന്നത് നമ്മുടെ ഓറ ഒന്ന് പോസിറ്റീവാക്കി വെച്ചാൽ, നമ്മുടെ ചക്രാസ് ഒന്ന് പോസിറ്റീവാക്കി വെച്ചാൽ, നമ്മുടെ ചിന്തകൾ പോസിറ്റീവാക്കി വെച്ച് എന്ത് ബ്ലാക്ക് മാജിക് ആയിക്കോട്ടെ, എന്ത് നെഗറ്റീവ് എനർജി ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അത് സെൽഫ് വർക്ക് ചെയ്താൽ മതി, നമ്മളിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്താൽ മതി. അതിന് മെഡിറ്റേഷൻസും കാര്യങ്ങളും ഒക്കെ. അതിനൊരു ഏറ്റവും ബെസ്റ്റ് ഒരു മെഡിറ്റേഷൻ ഞാനൊന്ന് പറഞ്ഞുതരാം. ഹോപ്പനപ്പോനോ. അത് 4 വേർഡ്സേ ഉള്ളൂ, സ്വിച്ച് വേർഡ്സ് ഒന്നും അല്ല, പക്ഷെ 4 വേർഡ്സേ ഉള്ളൂ. എന്ത് പവർഫുള്ളാണെന്നറിയോ അത്. ഞാൻ എൻ്റെ ക്ലയൻസിൻ്റെ അടുത്തൊക്കെ ഇത് പറയാറുണ്ട്. പിന്നെ ഇപ്പോൾ ഭയങ്കര സിവിയറായിട്ട് ചെയ്യുന്ന ബ്ലാക്ക് മാജിക് നെഗറ്റീവ് എനർജികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരോട് പറയാം മറ്റെന്തെങ്കിലും ചെയ്യാം, എനർജി ഹീലിംഗ് ചെയ്യാൻ പറയും. എനർജി ഹീലിംഗ് അല്ലെങ്കിൽ പഠിക്കാൻ പറയും. സെൽഫായിട്ട് ഒരാളിരുന്ന് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അവർ സെൽഫായിട്ട് പഠിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും പറയാറുണ്ട്. എനർജി ഹീലിംഗ് ആണ് ഞാൻ ബ്ലാക്ക് മാജിക്കൽ റിമൂവലിന് ഏറ്റവും സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം. നമുക്ക് ഉള്ളിൽ സെൽഫായിട്ട് പഠിക്കുന്നത്. അതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ കേട്ടതാണ്, അതായത് ഇപ്പം എത്രയോ പേര് ഇപ്പം വയനാട് ദുരന്തത്തിൽ മരിച്ചുപോയി. അതായത് അവരാരും തെറ്റ് ചെയ്തവരല്ലല്ലോ എല്ലാവരും മരിച്ചു പോയത്. തെറ്റ് ചെയ്തവരും ചെയ്യാത്തവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അത് കോവിഡിൻ്റെ സമയത്ത് ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ കലാമിറ്റീസ് വരുമ്പോൾ ആരെയും ഒന്നും ദ്രോഹിക്കാത്തവരും എൻ്റെ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട്. അപ്പം അതിനർത്ഥം ഞാൻ കേട്ടത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ എത്രയൊക്കെ പോസിറ്റീവ് ആയിരുന്നാലും നാളെ ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വന്നേക്കാം എന്ന് നമ്മൾ ചിന്തിക്കുക. അല്ലാതെ എനിക്കിതൊന്നും സംഭവിക്കില്ല, എനിക്കിതൊന്നും വരില്ല എന്ന് ചിന്തിച്ച് ജീവിക്കുന്നതിനേക്കാളും നമ്മളൊന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. പിന്നെ ഇത്തരം ഗൈഡൻസസ് തീർച്ചയായിട്ടും അവരെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കും. അപ്പം ജെന്യുവിനായിട്ടുള്ള ടാരോ റീഡേഴ്സ് അല്ലെങ്കിൽ ഇപ്പം നിരഞ്ജന മാമിനെ പോലെയുള്ളവരൊക്കെ ശരിക്കും അവർക്കൊരു വലിയൊരു സഹായകം ആണ്. അവരുടെ ജീവിതത്തിലെ ഒരു വഴികാട്ടിയായിട്ടാണ് വരുന്നത്. അപ്പം അവരോട് എന്തെങ്കിലും, നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാമെങ്കിൽ അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതുകൊണ്ടാണ്
ഓക്കെ. അല്ല, ഏതൊരു വ്യക്തിയുടെ ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അതിപ്പോൾ ഒരു വ്യക്തിയിൽ പണക്കാരനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ ഏതൊരു വ്യക്തിയും നമ്മുടെ ലൈഫിൽ ഒരു 15 വർഷത്തോളം ഏകദേശം നമ്മുടെ സമയമൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 15 വർഷത്തോളം ഒരു നല്ല സ്ട്രഗ്ലിംഗ് പീരീഡിലൂടെ പോകും. അപ്പം ഇന്ന് എനിക്കാണെങ്കിൽ നാളെ വേറൊരാൾക്ക് എന്നുള്ള സിറ്റുവേഷനിൽ വേണം നമ്മൾ ജീവിക്കാൻ. അപ്പം മാക്സിമം നമ്മൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഡൗൺ ടു എർത്ത് ആയിട്ടിരിക്കുക. എല്ലാത്തിനെയും കഴിഞ്ഞ 2 വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഗൈഡൻസ് ആയിട്ട് എടുക്കാം. ഓരോരുത്തരോട് നമുക്ക് പോയിട്ട് നമ്മുടെ വിഷമങ്ങൾ പറയാം, അല്ലെങ്കിൽ ഗൈഡൻസ് എടുക്കാം. പക്ഷെ അതിനെ മാത്രം ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാൻ പോകരുത്. തിരിച്ചറിയാനും കഴിയില്ല. പിന്നെ 2 വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ഷൻ എടുക്കണം. ഇപ്പോൾ വേറൊരാളുടെ അടുത്ത് പോയിട്ട് അവരുടെ പ്രശ്നങ്ങളെ കൊടുത്തിട്ട് അവർ പരിഹരിക്കുമെന്നും പറഞ്ഞിരിക്കരുത്. നമ്മൾ എവിടെയാണോ ആക്ഷൻ എടുക്കുന്നത് അവിടെ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. അപ്പം ഗൈഡൻസ് എടുത്തിട്ട് കറക്റ്റായിട്ട് ഇതൊക്കെ ഒരു കറക്റ്റ് ഗൈഡൻസ് ആയിട്ട് നമുക്ക് പോകാനുള്ള റൈറ്റ് പാത്ത് വേ ആയിട്ട് മാത്രം കാണുക എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇപ്പം ടാരോ റീഡിംഗ് ആണെങ്കിലും ഒറക്കിൾ റീഡിംഗ് ആണെങ്കിലും ആവശ്യമുള്ളവരൊക്കെ ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ബാംഗ്ലൂരാണ് മാമിൻ്റെ സ്ഥലം, ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. അത് കൂടാതെ തന്നെ ഇപ്പോൾ റേക്കി പഠിപ്പിക്കുന്ന ഒരുപാട് ഹീലിങ്സും ഒക്കെ ചെയ്തു പോരുന്നുണ്ട് അല്ലേ? ടാരോസും പഠിപ്പിക്കുന്നു. ടാരോ കാർഡ്സ് അതിൻ്റെ റീഡിംഗ് എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. കോഴ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ പരബ്രഹ്മ ഹീലിംഗ് അല്ലേ? ബ്രഹ്മനാടി ഹീലിംഗ് പഠിപ്പിക്കുന്നില്ല, അത് ഹീലിംഗ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ടാരോട്സും പിന്നെ വാസ്തു അറിയാൻ താല്പര്യമുള്ള അല്ലേ, അതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്തു പോരുന്നത് കൂടുതലും ഓൺലൈനായിട്ട് തന്നെയാണ്. അതെ, ഓൺലൈനായിട്ടാണ്. പിന്നെ നേരിട്ട് ചെയ്യാണ്ട് അങ്ങനെ ആ രീതി ചെയ്യുന്നുണ്ടോ? ബാംഗ്ലൂരുള്ള വരുന്നുണ്ട് അല്ലേ? വീട്ടിലേക്ക് വരുന്നുണ്ട്. ഓക്കെ. അപ്പം പഠിക്കാൻ താല്പര്യമുള്ളവരും അല്ലെങ്കിൽ ഹീലിംഗ് ആവശ്യമുള്ളവരും തീർച്ചയായിട്ടും മാമിനെ കോൺടാക്ട് ചെയ്യുക. അപ്പം അവസാനിപ്പിക്കാമല്ലോ അല്ലേ? അതെ, ഒരുവിധം ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി, കുറേ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ നേരിട്ട് വിളിച്ച് ചോദിക്കുക. അപ്പോൾ ഇതൊരു വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. താങ്ക് യു.